നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചാലിശ്ശേരി പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് ഡിസംബർ 10-ന്. സീറ്റ് നില തുല്യമായതിനാൽ UDF, LDF മുന്നണികൾക്ക് ഉപതെരഞ്ഞെടുപ്പ് നിർണായകം. പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന AV സന്ധ്യ രാജിവെച്ചൊഴിഞ്ഞ 9-ാം വാർഡ് ചാലിശ്ശേരിയിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. ഡിസംബർ 11 ബുധനാഴ്ച വോട്ടെണ്ണൽ നടക്കും. നവംബർ 22 വെള്ളിയാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി. നവംബർ 23 ശനിയാഴ്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ 25 തിങ്കളാഴ്ചയാണ്. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന UDFിലെ AV സന്ധ്യ പ്രസിഡന്റ് സ്ഥാനവും വാർഡ് മെമ്പർ സ്ഥാനവും രാജിവെച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പിന് കളം ഒരുങ്ങിയത്. ആകെയുള്ള 15 വാർഡുകളിൽ UDFിനും LDFിനും 7 അംഗങ്ങൾ വീതമാണുള്ളത്. നിലവിൽ UDF നേതൃത്വം നൽകുന്ന ഭരണസമിതിയാണ് പഞ്ചായത്ത് ഭരണം കൈയാളുന്നത്. സീറ്റുകൾ തുല്യ നിലയിലായതിനാൽ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഇരു മുന്നണികൾക്കും ഒരുപോലെ നിർണായകമാണ്. CCTV ന്യൂസ്, തൃത്താല. ചാലിശ്ശേരി അങ്ങാടിയിൽ പഴയ പഞ്ചായത്ത് ഓഫീസിന് സമീപത്തുള്ള പഞ്ചായത്ത് റോഡ് തകർന്നു. പഞ്ചായത്തിലെ 9, 13 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന ചാലിശ്ശേരി അങ്ങാടി റോഡിൽ വലിയ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. റോഡിനു സമീപത്തുള്ള അംഗനവാടി, SCUP സ്കൂൾ, ഓഗൻ ക്രിസ്ത്യൻ പള്ളി, പ്രാഥമികാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിലേക്ക് കാൽനടയായി പോകുന്നവർ ആശ്രയിക്കുന്ന വഴി കൂടിയാണിത്. അങ്ങാടിയിലേക്കുള്ള മറ്റ് കച്ചവട കേന്ദ്രങ്ങളിലേക്കും നിരവധി പേരാണ് ഈ വഴി യാത്ര ചെയ്യുന്നത്. വിദ്യാർത്ഥികളുമായി നിരവധി വാഹനങ്ങളും നിത്യേന ഈ വഴി പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ പാതയിലെ കുഴികളിൽ ഇരുചക്രവാഹനങ്ങൾ വീണ് യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു. മഴ പെയ്താൽ നിരവധി പേർ കുഴിയിൽ വീഴുക ഇവിടെ പതിവാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. 4 വർഷം മുൻപാണ് പഞ്ചായത്ത് റോഡ് നവീകരിച്ചത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ വലിയ കുഴികൾ രൂപപ്പെട്ടെങ്കിലും ഇവ അടയ്ക്കാനോ റോഡ് നവീകരിക്കാനോ അധികൃതർ തയ്യാറാവുന്നില്ലെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. സ്ഥിരമായി ഈ ടേണിങ് അംഗനവാടി നിൽക്കുന്ന സ്ഥലമാണ്. അതിന് ടേണിങ്ങിലായിട്ട് പൈപ്പിൻ്റെ ലൈൻ പൊട്ടി വെള്ളം പാഴായി പോവുകയും പല പ്രാവശ്യം കേരള വാട്ടർ അതോറിറ്റി അറിയിക്കുകയും ചെയ്തിട്ടും അതിന് പരിഹാരമുണ്ടായിട്ടില്ല. PWD ടാറിങ് ചെയ്തിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി ചെയ്തിട്ടില്ല. അതിന് ഫണ്ടില്ലാതെ പറഞ്ഞിട്ട് അത് ചെയ്യാതെ അവിടെ കിടക്കുകയാവുന്നു. അവിടെയും ഇതുപോലെ തന്നെ അപകടം ഉണ്ടാവുകയും ആ കല്ലുമറും ദേശത്തു നിന്നുള്ളായ ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികൾ 2-3 സന്ദർഭങ്ങളിലായിട്ട് ആ കുഴിലടക്കുകയും പിന്നെയും അത് രൂപാന്തരപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വാർഡ് മെമ്പർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. റോഡിന്റെ ഇരുവശങ്ങളിലും മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനെ ചാലു നിർമ്മിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം പഞ്ചായത്ത് റോഡുകളുടെ നവീകരണത്തിനായി അടുത്ത സാമ്പത്തിക വർഷം പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ ആവശ്യമായ പരിഗണന നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ പറഞ്ഞു. CCTV ന്യൂസ്, തൃത്താല. കേരള വിഷന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഉദ്ഘാടനം ശിശുദിനത്തിൽ തൃശൂർ ജനറൽ ആശുപത്രിയിൽ നടന്നു. 500 കിറ്റുകളാണ് കുരുന്നുകൾക്ക് ആദ്യ സമ്മാനമായി വിതരണം ചെയ്യുന്നത്. കേരള വിഷൻ മണപ്പുറം ഫൗണ്ടേഷനുമായി സഹകരിച്ചാണ് തൃശൂർ ജനറൽ ആശുപത്രിയിൽ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതി നടപ്പാക്കിയത്. മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ ഇന്നും മറ്റുള്ളവരെ സഹായിക്കാൻ സന്മനസ്സുള്ള സംവിധാനമുണ്ട് എന്നതിന്റെ തെളിവാണ് കേരള വിഷന്റെ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയെന്ന് MK വർഗീസ് പറഞ്ഞു. കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ പ്രജേഷ് അച്ചാണ്ടി അധ്യക്ഷത വഹിച്ചു. മണപ്പുറം ഫൗണ്ടേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർജ് D. ദാസ്, തൃശൂർ ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ് പോളിന് കിറ്റുകൾ നൽകി. എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതി നടപ്പാക്കിയതിന് തൃശൂർ ജനറൽ ആശുപത്രിയുടെ അഭിനന്ദന പത്രം കേരള വിഷൻ MD പ്രജേഷ് അച്ചാണ്ടി ജോർജ് D. ദാസിന് ചടങ്ങിൽ കൈമാറി. ചലച്ചിത്ര താരം ഭാമ മുഖ്യാതിഥിയായിരുന്നു. കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ, ഡോക്ടർ VK മിനി, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, ജില്ലാ സെക്രട്ടറി P. ആന്റണി, ജില്ലാ ട്രഷറർ CG ജോസ്, ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ അനൂപ്, തൃശൂർ കേരള വിഷൻ MD T. ജയപ്രകാശ്, കേരള വിഷൻ ഡയറക്ടർ KG സുബ്രഹ്മണ്യൻ, മണപ്പുറം ഫൗണ്ടേഷൻ CSR ഹെഡ് ശിൽപ ട്രീസ സെബാസ്റ്റ്യൻ, എന്റെ കൺമണി ജില്ലാ കോർഡിനേറ്റർ ജേക്കബ് ജെറോം തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആദ്യ സമ്മാനമായി ബേബി കിറ്റുകൾ വിതരണം ചെയ്യുന്ന കേരള വിഷന്റെ പദ്ധതിയായ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതി 3 വർഷം പിന്നിടുകയാണ്. ന്യൂസ് ഡെസ്ക്, CCTV. റേഷൻ കാർഡുകളിലെ തെറ്റുതിരുത്താൻ കാർഡ് ഉടമകൾക്ക് അവസരം നൽകാനും അനധികൃതമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരെ കണ്ടെത്താനും നടപടിയുമായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ്. സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ തെളിമ പദ്ധതിക്ക് തുടക്കമായി. 15 മുതൽ ഡിസംബർ 15 വരെ പദ്ധതി നീണ്ടുനിൽക്കും.
റേഷൻ കാർഡിലെ തെറ്റു തിരുത്താനും മാറ്റം വരുത്താനും കാർഡ് ഉടമകൾ ഇനി റേഷൻ കടകളിൽ പോയാൽ മതി. റേഷൻ കാർഡിലെ തെറ്റുകൾ തിരുത്താനും പുതുതായി ആധാർ നമ്പർ ചേർക്കാനും പദ്ധതി പ്രകാരം അവസരമുണ്ടായിരിക്കും. കാർഡ് പുതുക്കലുമായി ബന്ധപ്പെട്ട് റേഷൻ കാർഡ് മാനേജ്മെന്റ് സിസ്റ്റം നടപ്പാക്കിയപ്പോഴുണ്ടായ തെറ്റു തിരുത്താനും വിവരങ്ങൾ പുതുക്കാനും കാർഡ് ഉടമകൾക്ക് അവസരമുണ്ടാകും. ഓരോ റേഷൻ കടകളിൽ ഇതിനായി പ്രത്യേക പെട്ടികൾ സ്ഥാപിച്ചിട്ടുണ്ട്. റേഷൻ കടകൾക്ക് മുന്നിൽ താഴിട്ടുപൂട്ടി സ്ഥാപിക്കുന്ന ഡ്രോപ്പ് ബോക്സിൽ പരാതികളും അപേക്ഷകളും നിക്ഷേപിക്കാവുന്നതാണ്. അംഗങ്ങളുടെയും ഉടമയുടെയും പേര്, വയസ്സ്, മേൽവിലാസം, കാർഡ് ഉടമയുമായുള്ള ബന്ധം, അംഗങ്ങളുടെ തൊഴിൽ തുടങ്ങിയ വിവരങ്ങളിലെ തെറ്റുകൾ പദ്ധതി പ്രകാരം തിരുത്താവുന്നതാണ്. പാചകവാതക കണക്ഷൻ, വൈദ്യുതി കണക്ഷൻ വിവരങ്ങളും ചേർക്കാം. മതിയായ രേഖകൾക്കൊപ്പം വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷകൾ റേഷൻ കടകളിൽ സ്ഥാപിച്ചിട്ടുള്ള പെട്ടികളിൽ നിക്ഷേപിച്ചാൽ മതി. അനർഹമായി കൈവശം വെച്ചിരിക്കുന്ന മുൻഗണന, അന്ത്യോദയ, അന്നയോജന കാർഡുകളെക്കുറിച്ചുള്ള വിവരങ്ങളും അറിയിക്കാം. ഡിസംബർ 15 ശേഷം അപേക്ഷകളും അനുബന്ധ രേഖകളും പരിശോധിച്ച് തെറ്റുകൾ തിരുത്തും. ബുക്ക് രൂപത്തിലെ കാർഡുകൾ മാറ്റി സ്മാർട്ട് കാർഡുകളാക്കുന്നതിന് മുൻപ് വിവരങ്ങളെല്ലാം ശരിയാണെന്ന് ഉറപ്പാക്കുകയാണ് തെളിമയുടെ ലക്ഷ്യം. CCTV ന്യൂസ്, കേച്ചേരി. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സമാപന നാളിലും വിവിധ വേദികളിലായി മത്സരങ്ങൾ നടന്നു. 9 വേദികളിലായാണ് മത്സരങ്ങൾ പുരോഗമിച്ചത്. മുക്തമാക്കാനുള്ള മാലിന്യമുക്തം നവകേരളം പോലെയുള്ള ക്യാമ്പയിനുകൾ, കേരള ശുചിത്വ മിഷൻ പ്രവർത്തനങ്ങൾ, ക്ലീൻ കേരള പദ്ധതി എന്നിവ നമുക്ക് ഒത്തുചേർന്ന് ഏറ്റെടുത്ത് വിജയിപ്പിക്കാം. നമ്മുടെ ചുറ്റുപാടുകൾ വൃത്തിയാക്കാൻ അക്ഷീണ പ്രയത്നം നടത്തുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളെ ബഹുമാനിക്കുകയും അവർക്ക് വേണ്ട പിന്തുണ നൽകുകയും ചെയ്യാം. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ദിവസവും 9 വേദികളിലായി വാശിയേറിയ മത്സരങ്ങളാണ് നടന്നത്. LP, UP വിഭാഗം നാടോടി നൃത്തം, ഇംഗ്ലീഷ് സ്കിറ്റ്, ഇംഗ്ലീഷ് പ്രസംഗം, മലയാള പ്രസംഗം, ഗാനാലാപനം, ചെണ്ട തായമ്പക, ചെണ്ടമേളം, ചവിട്ട് നാടകം, വാദ്യം ചെല്ലൽ തുടങ്ങിയ പ്രധാന ഇനങ്ങളിലായിരുന്നു സമാപന ദിവസം മത്സരങ്ങൾ നടന്നത്. 5 ദിവസങ്ങളിലായി പട്ടാമ്പി സബ് ജില്ലയിലെ 78ഓളം വിദ്യാലയങ്ങളിൽ നിന്നുമായി 8000ഓളം കലാപ്രതിഭകളാണ് മേളയിൽ മാറ്റുരച്ചത്. വൈകുന്നേരത്തോടെ മേളയ്ക്ക് തിരശ്ശീല വീണു. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ മുൻകാല പ്രസിഡന്റും പാലക്കാട് ജില്ലയിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് നേതൃത്വം നൽകിയവരിൽ ഒരാളും മുതിർന്ന ഗ്രന്ഥശാല പ്രവർത്തകനുമായിരുന്ന VM ബാലൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം ബ്രദേഴ്സ് ലൈബ്രറി പട്ടിത്തറ ഏർപ്പെടുത്തുന്ന VM ബാലൻ മാസ്റ്റർ സ്മാരക ഗ്രന്ഥശാല പുരസ്കാരത്തിന് ആലൂർ യുവജന വായനശാലയെ തെരഞ്ഞെടുത്തു. പാലക്കാട് ജില്ലയിലെ മികച്ച 13 ഗ്രന്ഥശാലകളിൽ നിന്ന് ലഭിച്ച അപേക്ഷകൾ പരിഗണിച്ചു നടത്തിയ
വിശദമായ പരിശോധനകളുടെയും അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിലാണ് പുരസ്കാരത്തിനർഹമായ ഗ്രന്ഥശാലയെ തെരഞ്ഞെടുത്തത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ മഹിതമായ പാരമ്പര്യം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തിയും വർത്തമാനകാല സാഹചര്യത്തിന്റെ നവീനമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയും ഗ്രന്ഥശാല നടത്തിയ വൈവിധ്യമേറിയ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് ഗ്രന്ഥശാലയെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം നവംബർ 17-ന് പട്ടിത്തറ ബ്രദേഴ്സ് ലൈബ്രറി ഹാളിൽ വെച്ച് നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ പ്രശസ്ത മാധ്യമപ്രവർത്തകൻ MV നികേഷ് കുമാർ സമർപ്പിക്കും. പാലക്കാട് ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് TK നാരായണദാസ് അധ്യക്ഷനാകും. സിനിമാ നടൻ TG രവി മുഖ്യാതിഥിയാകും. ഡോക്ടർ CP ചിത്രഭാനു ബാലൻ മാസ്റ്റർ അനുസ്മരണം നടത്തും. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാനിബ ടീച്ചർ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബാബ മാളിയക്കൽ, പഞ്ചായത്ത് മെമ്പർമാരായ രാധിക MS, പ്രജിഷ, AK നന്ദകുമാർ, ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളായ സത്യനാഥൻ, MK പ്രദീപ്, TP മുഹമ്മദ്, ലൈബ്രറി ഭാരവാഹികളായ VM രാജീവ്, VP മുഹമ്മദ് ഉണ്ണി തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് വായനശാലയുടെ വിവിധ കലാപരിപാടികളും കൂറ്റനാട് ലിറ്റിൽ എർത്ത് തിയേറ്റർ അവതരിപ്പിക്കുന്ന 100% സിന്ദാബാദ് എന്ന നാടകവും ഉണ്ടായിരിക്കും. CCTV ന്യൂസ് തൃത്താല. വ്രതശുദ്ധിയുടെ മണ്ഡലകാലത്തിന് ശനിയാഴ്ച തുടക്കം. തീർത്ഥാടകരെ വരവേൽക്കാൻ ഗുരുപവനപുരി ഒരുങ്ങി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിച്ചേരുന്നത് മണ്ഡലകാലത്താണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ആയിരങ്ങളാണ് ദിനംപ്രതി ഗുരുവായൂരിൽ എത്തുക. തീർത്ഥാടകർക്ക് വിരിവയ്ക്കാനും കെട്ടുനിറയ്ക്കാനും ക്ഷേത്രത്തിൽ സൗകര്യങ്ങളുണ്ട്. ക്ഷേത്രത്തിൽ മണ്ഡലകാല പൂജകൾക്ക് വൃശ്ചികപ്പിറവി ദിനമായ നാളെ തുടക്കമാകും. മണ്ഡലകാലത്ത് ആദ്യ 30 ദിവസം ക്ഷേത്രത്തിൽ രാവിലെ കാഴ്ച ശീവേലിക്ക് 5 പ്രദക്ഷിണം ഉണ്ടാകും. ഇടുതുടി, വീരാണം എന്നീ വിശേഷവാദ്യങ്ങൾ ശീവേലിക്ക് അകമ്പടിയാകും. നാളെ മുതൽ 40 ദിവസം ഉച്ചപൂജയ്ക്ക് മുമ്പ് ഗുരുവായൂരപ്പനെ പഞ്ചഗവ്യം അഭിഷേകം ചെയ്യും. പ്രത്യേകമായി തയ്യാറാക്കുന്ന പഞ്ചഗവ്യം പ്രത്യേക പൂജകൾ നടത്തി ചൈതന്യപൂരിതമാക്കിയാണ് ഗുരുവായൂരപ്പനെ അഭിഷേകം ചെയ്യുക. മണ്ഡലകാലത്ത് ഓദിക്കൻ കുടുംബാംഗങ്ങളായ മൂന്നൂലം, പൊട്ടക്കുഴി, കക്കാട്, പഴയം എന്നിവിടങ്ങളിലെ കാരണവന്മാരാണ് ഉച്ചപൂജ നടത്തുക. മണ്ഡലം 41-ാം ദിവസം കളഭാട്ടമാണ്. ഗുരുവായൂരപ്പന് ദിവസവും കളഭം ചാർത്താറുണ്ടെങ്കിലും അഭിഷേകം നടത്തുന്നത് വർഷത്തിൽ മണ്ഡല സമാപന ദിവസം മാത്രമാണ്. കോഴിക്കോട് സാമൂതിരി രാജാവിന്റെ വക വഴിപാടായാണ് കളഭാഭിഷേകം നടത്തുന്നത്. CCTV ന്യൂസ് ഗുരുവായൂർ. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ നൃത്ത ഇനങ്ങളിൽ തിളങ്ങി അക്ഷയ് കൃഷ്ണ. കേരള നടനം, കുച്ചുപ്പുടി, നാടോടി നൃത്തം എന്നിവയിലാണ് അക്ഷയ് കൃഷ്ണ തിളക്കമാർന്ന നേട്ടം കരസ്ഥമാക്കിയത്. കൊല്ലാണ് അവസാന തന്ത്രം. കാണാതായ പൊൻപണ്ടം വള്ളിയമ്മ തൻ കുടിലിൽ നിന്നും കിട്ടിയത്രേ. സാധ്വാമമ്മയെ തലവെട്ടാൻ വിധിയായത്രേ. ഹൈസ്കൂൾ വിഭാഗം നാടോടി നൃത്തം, കേരള നടനം, കുച്ചിപ്പിടി എന്നിവയിൽ മികച്ച പ്രകടനമാണ് കൊടുമുണ്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ അക്ഷയ് കൃഷ്ണ കരസ്ഥമാക്കിയത്. 3 ഇനങ്ങളിലും ഫസ്റ്റ് A ഗ്രേഡും കരസ്ഥമാക്കി. കഴിഞ്ഞ വർഷം സംസ്ഥാന കലോത്സവത്തിൽ നാടോടി നൃത്തത്തിൽ അക്ഷയ് കൃഷ്ണയ്ക്ക് തന്നെയായിരുന്നു 1ാം സ്ഥാനം. ഇത്തവണയും ആ നേട്ടം നിലനിർത്തുവാനുള്ള ശ്രമത്തിനാണ് അക്ഷയ് കൃഷ്ണ സബ് ജില്ലാ മത്സരത്തോടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഞാൻ പട്ടാമ്പി സബ് ജില്ലയിൽ കലോത്സവത്തിൽ കേരള നടനം, കുച്ചിപ്പുടി, നാടോടി നൃത്തം ഈ 3 സബ്ജക്റ്റുകൾക്കാണ് മത്സരിച്ചത്. ഇതിൽ 3ലും എനിക്ക് ഫസ്റ്റ് A ഗ്രേഡും ഉണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ കഴിഞ്ഞ കൊല്ലം നാടോടി നൃത്തത്തിൽ സ്റ്റേറ്റ് കലോത്സവത്തിൽ പോയതാണ് പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടിയിട്ട്. അവിടെ പോയിട്ട് A ഗ്രേഡ് ഉണ്ടായിരുന്നു. വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ കലാജീവിതത്തിൻ്റെ തുടക്കം പട്ടാമ്പി ഉപജില്ലയിൽ നിന്ന് തന്നെയാണ്. 4ാം ക്ലാസ് മുതൽ ചിലങ്ക കെട്ടാൻ തുടങ്ങിയതാണ്. അത് ഇപ്പോൾ 10ാം ക്ലാസ്സിൽ എത്തിയപ്പോഴും എന്താ പറയുക, ഈ വേദിയിൽ നിൽക്കുമ്പോൾ അങ്ങനെ കുറേ ഓർമ്മകൾ വരുന്നുണ്ട്. പിന്നെ അധ്യാപകർ അവരുടെ സപ്പോർട്ട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഈ കലോത്സവത്തിൽ ഇപ്പോഴും ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള കാരണം. പട്ടാമ്പി ഉപജില്ലയിൽ ഈ വർഷമാണ് കേരള നടനത്തിന് അക്ഷയ് കൃഷ്ണയിലൂടെ മത്സരാർത്ഥി എത്തിയത്. കുച്ചുപ്പിടിയിലും അക്ഷയ് കൃഷ്ണ തന്റെ പ്രതിഭ വേദിയിൽ തെളിയിച്ചു. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ അക്ഷയ് കൃഷ്ണ മാത്രമാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. കൊടുമുണ്ട കാര്യട്ടുപറമ്പിൽ രാധാകൃഷ്ണൻ,
സതിമോൾ ദമ്പതികളുടെ മകനാണ് അക്ഷയ് കൃഷ്ണ. പട്ടാമ്പി പന്തക്കൽ പറമ്പിൽ ശങ്കരനൃത്ത തപോവനം നൃത്തവിദ്യാലയത്തിലെ ശങ്കരുണ്ണി മാസ്റ്ററുടെ ശിക്ഷണത്തിലാണ് നൃത്തകല അഭ്യസിക്കുന്നത്. LP വിഭാഗം മുതൽ നൃത്തകല അഭ്യസിക്കുന്നുണ്ട്. ഹൈസ്കൂൾ വിഭാഗം സംസ്കൃത ഗാനത്തിലും ദേശഭക്തി ഗാനത്തിലും അക്ഷയ് കൃഷ്ണ പങ്കെടുത്തിരുന്നു. സഹോദരി ആത്മിക കൃഷ്ണയും കലാരംഗത്തുണ്ട്. പാട്ടിലാണ് ആത്മിക ചുവടുറപ്പിക്കുന്നത്. ജില്ലാമേളയിലും നേട്ടം കൊയ്യുവാനുള്ള തയ്യാറെടുപ്പിലേക്ക് നീങ്ങുകയാണ് ഇനി അക്ഷയ് കൃഷ്ണ. പാട്ടുപാടി സോഷ്യൽ മീഡിയയിൽ താരമായ ശ്രേയ ഹരി പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവ വേദിയിലും താരമായി. മാപ്പിളപ്പാട്ടിലും ലളിതഗാനത്തിലും കവിതാലാപനത്തിലുമാണ് ഈ കൊച്ചുമിടിക്ക് മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. ക്ലാസ് മുറിയിലെ പാട്ടുകാരി സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല കലോത്സവ വേദിയിലും താരമാണ്. വിളയൂർ കണ്ടേങ്കാവ് ഗവൺമെന്റ് LP സ്കൂളിലെ 4ാം ക്ലാസ്സുകാരി ശ്രേയ ഹരിയാണ് പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവ വേദിയിലെ വാനമ്പാടിയായി മാറിയത്. LP വിഭാഗം മാപ്പിളപ്പാട്ടിലും ലളിതഗാനത്തിലും ശ്രേയ ഹരിക്കാണ് ഫസ്റ്റ് A ഗ്രേഡ്. കവിതാലാപനത്തിൽ A ഗ്രേഡ് ലഭിച്ചു. ദേശഭക്തി ഗാനത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കഴിഞ്ഞ വർഷം ക്ലാസ് മുറിയിലിരുന്ന് ശ്രേയ ഹരി പാടിയ പാട്ട് സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു. ഇതിനെ വെല്ലുന്ന പ്രകടനമാണ് ശ്രേയ കലോത്സവ വേദിയിലും കാഴ്ചവെച്ചത്. ടെലിവിഷൻ ഷോകളിലും ശ്രേയ ഹരി പങ്കെടുത്തിട്ടുണ്ട്. മഞ്ഞളൂർ സുരേന്ദ്രന്റെ ശിക്ഷണത്തിലാണ് ശ്രേയ പാട്ടു പഠിക്കുന്നത്. വിളയൂർ കണ്ടേങ്കാവ് പറക്കാട്ടുതൊടി ഹരീഷ് രേഖ ദമ്പതികളുടെ മകളാണ്. ഹൃദ്യ ഹരി, ആദിൻ ഹരി എന്നിവർ സഹോദരങ്ങളാണ്. ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് സമാപനം. ഷൊർണൂർ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. നാല് ദിവസങ്ങളിലായി വല്ലപ്പുഴ ഓർഫനേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി വന്നിരുന്ന ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല വീണു. കലോത്സവത്തിൽ ഷൊർണൂർ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂൾ 516 പോയിന്റ് നേടി ഓവറോൾ കിരീടം കരസ്ഥമാക്കി. വല്ലപ്പുഴ HSന് 2ാം സ്ഥാനം 434 പോയിന്റ്. ചളവറ HSS 3ാം സ്ഥാനവും കരസ്ഥമാക്കി 421 പോയിന്റ്. അറിയിക്കുന്നു. ജനറൽ LP വിഭാഗം മത്സരത്തിൽ 63 പോയിന്റ് നേടി ഷൊർണൂർ സെന്റ് തെരേസസ് ജൂനിയർ സ്കൂൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി. UP വിഭാഗത്തിൽ 78 പോയിന്റ് നേടി 3 വിദ്യാലയങ്ങളാണ് 1ാം സ്ഥാനം നേടിയത്. ഇരുമ്പാലശ്ശേരി AUPS,
ഷൊർണൂർ സെന്റ് തെരേസസ് HSS, വാടാനക്കുറിച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ വിദ്യാലയങ്ങൾ. ഹൈസ്കൂൾ വിഭാഗത്തിൽ 223 പോയിന്റ് നേടി വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 171 പോയിന്റ് നേടി 2 വിദ്യാലയങ്ങൾ ഒന്നാം സ്ഥാനം പങ്കിട്ടു. വാടാനക്കുറിച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ചലവറ ഹയർ സെക്കൻഡറി സ്കൂളുമാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത്. സമാപന ചടങ്ങിൽ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ഷൊർണൂർ AEO BT ബിന്ദു സമ്മാനിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക റുക്കിയ, PT പ്രസിഡന്റ് അബുട്ടി, BPC അജയ് ശങ്കർ, MK മൊയ്തുട്ടി ഹാജി, മുഹമ്മദ് റഫീഖ്, മുഹമ്മദ് താഹിർ, വേണു, MK ഷീജ, റംല, കുട്ടപ്പ, ഷാജി, വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികളും പങ്കെടുത്ത് സംസാരിച്ചു. തളി പിലാക്കാട് രാമൻകുളങ്ങര അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ വൃശ്ചികം 1 ശനിയാഴ്ച വിശേഷാൽ പൂജകളും അന്നദാനവും ഉണ്ടായിരിക്കും. എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണമെന്ന് ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.